സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ചുള്ള ആദ്യഘട്ട ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു. ഇത്തവണ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരട്ടി ആനുകൂല്യം എത്തിച്ചേരുന്നതിന് പിന്നാലെ തന്നെ വിവിധ മേഖലകളിലേക്കുള്ള സൗജന്യ കിറ്റ് വിതരണം കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പഴയ സർക്കാരുകൾ വിതരണം ചെയ്തതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ തുക എത്തിച്ചേർന്നേക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന 55 ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് 2000 രൂപയുടെ 2 ഗഡുക്കൾ വീതം പരമാവധി 4000 രൂപ വീതമാണ് എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 1600 രൂപയുടെ വീതം 2 ഗഡുക്കൾ എത്തിച്ചേരും. ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കും. ഓഗസ്റ്റ് മാസം 28-ന് മുന്നോടിയായി പെൻഷൻ വിതരണം പൂർത്തിയാകുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. പെൻഷൻ, ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, വിവിധ മേഖലകളിലേക്കുള്ള ഉത്സവ ബത്ത, ബോണസ് എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കടമെടുപ്പ് ലേലം നടത്തും. തുക വരുന്നയാഴ്ചയോടുകൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആദ്യഘട്ടമെന്നോണം ആരംഭിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൈപ്പറ്റുന്ന 26 ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക. 2000 രൂപയുടെ വീതം ആദ്യഘട്ട വിതരണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ മാസത്തിലെ തുകയായ 2000 രൂപ കൂടി എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്കുള്ള കൈകളിലേക്കുള്ള വിതരണവും സംസ്ഥാനത്ത് സജീവമാകും. കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ഇപ്പോൾ DBT സംവിധാനത്തിലേക്ക് മാറാവുന്നതാണ്. ഇതിനായി പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പെൻഷനുമായി ബന്ധപ്പെട്ട രേഖകളും ബാങ്ക് പാസ്ബുക്കും ആധാർ കാർഡിന്റെ പകർപ്പും സമർപ്പിച്ച് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ കൈകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചു നൽകുന്ന സഹകരണ സംഘം ഏജന്റിന് യാതൊരുവിധ തുകയും ഫീസായി നൽകേണ്ടതില്ല എന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. ആരെങ്കിലും തുക കൈപ്പറ്റുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും വകുപ്പ് തല അന്വേഷണം നേരിടേണ്ടി വരുമെന്നും സംസ്ഥാന ധനവകുപ്പ് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ ആധാരമെഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് അംഗങ്ങളുടെയും ക്ഷേമനിധി അംഗങ്ങൾക്കായുള്ള ഓണക്കാല ഉത്സവ ബത്ത 6000 രൂപയാക്കി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചു എന്നുള്ള സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. നേരത്തെ 5500 രൂപയായിരുന്നു ഉത്സവ ബത്തയായി നൽകിയിരുന്നത്. 6000-ഓളം വരുന്ന ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്ക് ഉത്സവ ബത്തയുടെ ആനുകൂല്യം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. അംഗങ്ങളുടെ മക്കൾക്കുള്ള ഉന്നത വിദ്യാഭ്യാസ വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്നും 6 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മരിച്ചുപോയ ക്ഷേമനിധി അംഗങ്ങളുടെ ആശ്രിതർക്കുള്ള ആനുകൂല്യങ്ങൾക്കായുള്ള കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണത്തിന്റെ ഭാഗമായി സപ്ലൈകോയുടെ ഭാഗത്തു നിന്നും 3 ഇനം കിറ്റുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓണത്തിന് മുന്നോടിയായുള്ള വിപണി ഇടപെടലിന്റെ ഭാഗമായി 3 ഇനം കിറ്റുകൾ പുറത്തിറക്കിയിരിക്കുകയാണ്. അത്തം കിറ്റ്, ഉത്രാട കിറ്റ്, തിരുവോണം കിറ്റ് എന്നിവയാണ് സപ്ലൈകോ പുറത്തിറക്കുന്നത്. 1280 രൂപയുടെ സാധനങ്ങൾ ഉൾപ്പെടുന്ന അത്തം കിറ്റ് 1000 രൂപയ്ക്ക് നൽകുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങി പായസം മിക്സ് വരെ ഉൾപ്പെടുന്നതാണ് അത്തം കിറ്റ്. 1880 രൂപയുടെ ഉത്രാടം കിറ്റാണ് 1500 രൂപയ്ക്ക് നൽകുക. 2540 രൂപയുടെ തിരുവോണം കിറ്റാണ് സപ്ലൈകോ 2000 രൂപയ്ക്ക് നൽകുക. ഇതോടൊപ്പം തന്നെ മഞ്ഞ കാർഡ് ഉടമകൾക്കും വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും ഓണക്കിറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൗജന്യ ഓണക്കിറ്റാണ് വിതരണം ചെയ്യുക. തുണിസഞ്ചി ഉൾപ്പെടെ 16 ഇനം നിത്യോപയോഗ സാധനങ്ങൾ അടങ്ങിയതാണ് കിറ്റ്. ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ മേഖലകളിലേക്കുള്ള വിവിധ ആനുകൂല്യങ്ങൾ ഉടൻ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.